ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിനിടെ ബിജെപിയെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി. ബില്ലിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ രംഗത്തെത്തി. ഭേദഗതി ആശങ്കാജനകമാണെന്നും പ്രധാനമന്ത്രിയുമായി സഭാ നേതൃത്വം ചർച്ച നടത്തുന്നുവെന്നും കത്തോലിക്കാ സഭാ നേതൃത്വം പ്രതികരിച്ചു. FCRA ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ സംഭാവന ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തികൾ കേന്ദ്രത്തിന് ഏറ്റെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ല നടപടിയെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെന്റിനുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറെ പാസ്സായി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഭേദഗതിയിൽ CBCI നേതൃത്വം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നുവെന്ന് KCBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. അതായത് നമ്മൾക്ക് സമദൂര സിദ്ധാന്തമാണ്. ഇപ്പോൾ UDF വേണ്ടി വോട്ട് ചെയ്യണമെന്നോ LDF വേണ്ടി വോട്ട് ചെയ്യണമെന്നോ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്, പല പാർട്ടിയിലും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതേസമയം തിരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമെന്ന പൊതുനിലപാടാണ് കത്തോലിക്ക സഭയ്ക്ക്. സഭകളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നുവെന്ന വിമർശനമാണ് ഓർത്തഡോക്സ് സഭ ഉയർത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ മുദ്രകുത്തി ഓരോ സ്ഥാനാർത്ഥികളെയും അങ്ങനെ മറ്റുള്ളവരെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു കാണിച്ച മാർഗത്തിന് ഘടക വിപരീതമാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ക്രൈസ്തവ സഭയുടെ പിന്തുണ LDFനെന്ന് കേരള കോൺഗ്രസ് M ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി അവകാശപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.